തിരിയാതെ പറയുന്നത്. 40 വട്ടം ജനാബത്തുണ്ടായാരെ 40 വട്ടം മോരൂരാ കുളിച്ചോവർ. 40 വട്ടം ജനാബത്തുണ്ടായിട്ട് 40 വട്ടം ഒരു രാത്രി കുളിച്ചു. ബമ്പം തന്നെ. ബമ്പം തന്നെ. നല്ലൊരു സ്ഥീലമ്പടൻ. ഒറ്റാക്ഷേപം. അള്ളാ, പറയാനൊരു പേടിയില്ലപ്പോ. ശൈഖ് തങ്ങൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ ലഅനത്തുല്ലാഹി അലൈഹി എന്ന് പറയുന്ന ഒരാളെപ്പോൾ തങ്ങൾ പരിചയപ്പെടുത്തി. ആരോ ഒരാൾ തങ്ങളിപ്പോൾ പോയി വന്ന സ്ഥലത്തുണ്ട്, ഇന്നലെ പോയ സ്ഥലത്ത് ഉണ്ട്. ലോകം ശൈഖ് തങ്ങളെ പേര് കേൾക്കുമ്പോൾ എല്ലാവരും റളിയല്ലാഹു അൻഹു ഖദ്ദസല്ലാഹു എന്ന് പറയലോ. അപ്പൊ ഇയാൾ വാശിയുണ്ട് ലഅനത്തുല്ലാഹി അലൈഹി എന്ന് പറയുന്നു. അയാളുടെ നാട്ടിൽ നിന്നിട്ട് ആ മൂലേര് പാവം ശൈഖ് തങ്ങൾ എന്ന് പറയാറിയല്ലോ. എന്താ ഈ ഹംഖിന്റെ നാക്കിൽ ലഅനത്തുല്ലാഹി അലൈഹി എന്ന് കേൾക്കണ്ടെന്ന് കരുതിയിട്ട്, ഇവന്റെ നാക്കിൽ ലഅനത്തുല്ലാഹി അലൈഹി എന്ന് പറയണ്ടാന്ന് വരണ്ടാന്ന് കരുതിയിട്ട് ഈ പണ്ഡിതൻ ഇപ്പോൾ അദ്ദേഹത്തിന്റെ പേര് പറയുന്നില്ല. ഇതാണ് കൂട്ടരെ സുന്നിയുടെ മനസ്സ്. ഈ ഒരു ചങ്ങാലിയെ പോലത്തെ പലരും പിഴച്ചു ഗുരുത്തം കിടണ്ടാന്ന് കരുതിയിട്ട് പറയാതിരിക്കുന്ന സുന്നി മനസ്സ്, ഈ നല്ല മനസ്സുകാർക്കിടയിൽ ഷെയ്ഖിന്റെ പേര് കേൾക്കുമ്പോൾ ലഅനത്തുല്ലാഹി പറയുന്നവർക്ക് എന്താ പറഞ്ഞുകൂടാത്തത്? എന്താ ഷെയ്ഖിന്റെ ഈ അവസ്ഥ? ഇതൊരൊറ്റ അവസ്ഥയിൽ തനിക്കുണ്ടായ ഒരു സംഭവം വിവരിച്ചതാ ഷെയ്ഖ്. 40 വട്ടം ജനാബത്തുണ്ടായാല് 40 വട്ടം വെറുതെ കുളിച്ചോ. ഇത് ഷെയ്ഖിന്റെ നല്ല സൂക്ഷ്മമായ അവസ്ഥയാണ്. അദ്ദേഹം പറയാണ്, എന്റെ ചുറ്റി സഞ്ചരിക്കുന്ന കാലത്ത് നിംതു ബി ഈവാനി കിസ്റ ഫീ ലൈലത്തിൻ ശദീദത്തിൽ ബർദ്, നല്ല തണുപ്പുള്ള ഒരു രാത്രിയിൽ കിസ്റയുടെ കൊട്ടാരത്തിന്റെ കവാടത്തിങ്കിൽ ഞാൻ അന്തി ഉറങ്ങി. ഫസ്തലംതു, ക്ഷീണിച്ച് പരവശനായിട്ടുണ്ട് ഞാൻ. എന്റെ സഞ്ചാരകാലമാണ്. സഞ്ചരിച്ച് നടക്കുന്ന ആ കാലത്ത് പരവശനായിട്ട് ഉറങ്ങിയപ്പോ ക്ഷീണിച്ചുറങ്ങുമ്പോഴൊരു സ്കലിക്കല്. ആ സ്ഖലനത്തിൽ ഫസ്തലംതു, എനിക്ക് സ്ഖലനമുണ്ടായി. അന്നത്തെ എൻ്റെ അവസ്ഥ ഖലനമുണ്ടായാലും ജനാബത്തുണ്ടായാലും പിന്നെ കുളിച്ച് ജനാബത്ത് തീർക്കാതെ ഉറങ്ങൂല. ഇത് സൂക്ഷ്മതയാണ്. നമുക്ക് ഇളവുണ്ട്. ഒരു രാത്രിയിൽ എത്ര തവണ ജനാബത്തുണ്ടെങ്കിലും ആ ജനാബത്തുകളെല്ലാം വെച്ചിട്ടു തന്നെ നമുക്ക് ഒന്നിച്ചിട്ടൊരൊറ്റ കുളി മതി. ഇത് ശരീഅത്തിന്റെ ശരി ഇളവാ. ഈ ഇളവ് പരിഗണിക്കാതെ തന്നെ കർക്കശമായിട്ട് ശരീഅത്തിനെ നോക്കാൻ നടക്കുന്ന ഒരവസ്ഥയുണ്ട് ഔലിയാക്കന്മാരുടെ തുടക്കത്തിൽ. ആ തുടക്കത്തിലുള്ള പ്രയാസം സഹിച്ചുകൊണ്ട് നടക്കുന്ന സമയത്ത് അന്നത്തെ എൻ്റെ ശപഥം, എല്ലാ ജനാബത്തുണ്ടെങ്കിലും ഏത് അശുദ്ധിയിൽ നിന്നും പെട്ടെന്ന് ശുദ്ധിയായേ നിൽക്കൊള്ളൂ എന്നാ. ഒന്നു മുറിഞ്ഞാൽ അപ്പം ശുദ്ധീകരിക്കും. ഒന്നു മുറിയല്ല, കുളിക്കേണ്ട തരത്തിലുള്ള വലിയ അശുദ്ധിയാണെങ്കിൽ അപ്പം കുളിക്കും. ഇതാണ് ശൈഖിന്റെ അവസ്ഥ. ഇക്കാലത്താണ് അള്ളാന്റെ ഒരു പരീക്ഷണം. ഈ കാലത്ത് അള്ളാന്റെ പരീക്ഷണം. സ്കലിച്ചു, ക്ഷീണിച്ചു. ഞാനപ്പോൾ കുളിക്കണമെങ്കിൽ എവിടെ കിട്ടും വെള്ളം? ടൈഗ്രീസ് നദിയുടെ കരക്കലേക്ക് നടന്നു. ഞാൻ നടന്നിട്ട് ഒത്ത സ്ഥലത്തു കുളിച്ചു, ശുദ്ധിയായി വന്നിട്ട് സുമ്മനിംതു, പിന്നെ ഉറങ്ങി. ഫസ്തലംതു, അപ്പം വീണ്ടും സ്കലിച്ചു. ഫഖുംതു, വീണ്ടും എഴുന്നേറ്റു. വദഹബതു ഇല ശത്തി, കരയിൽ പോയി ഒന്നുണ്ടാക്കി കുളിച്ചു. എല്ലാം കഴിഞ്ഞിട്ട് വന്നപ്പോ ഹാക്കദ 40 മറ. അള്ളാന്റെ പരീക്ഷണം. കടുത്ത രാത്രിയിൽ നിന്റെ ഈ കർക്കശമായ നിയമത്തിന്റെ പാലനം ഞാനൊന്ന് ശ്രദ്ധിക്കട്ടെ എന്ന് നോക്കാൻ രാജാദിനാർ റബ്ബുൽ ഇസ്സത്ത് തന്റെ മുഹിബ്ബിനെ പരീക്ഷിക്കുകയാണ്. ആ മുഹിബ്ബിനെ പരീക്ഷിച്ച് തെളിഞ്ഞപ്പോഴാണ് മഹബൂബ് റബ്ബിൽ ആലമീനായ മുഹയ്യിദ്ദീൻ ശൈഖ് വളരുന്നത്. ആ മുഹയ്യിദ്ദീൻ ശൈഖിന്റെ സൃഷ്ടിക്ക് വേണ്ടിയിട്ടുള്ള കാലഘട്ടത്തിൽ 40 വട്ടം ഈ സൂക്ഷ്മതക്ക് കുളിക്കേണ്ടി വന്നു. എന്നിട്ട് മൂപ്പര് പറയുന്നു, പിന്നെ അവസാനം സുമ്മ സഅയ്തു അലൽ ഈവാൻ ഖൗഫൻ നൗം, ഇവിടെ കടന്നാൽ ഇഞ്ഞു ഉറങ്ങേണ്ടി വരും, കുളിക്കേണ്ടി വരും, സഹിക്കാനാവൂലോ എന്ന് കരുതിയിട്ട് ഉറക്ക് വരാതിരിക്കാൻ ആ കൊട്ടാരത്തിന്റെ ഗോപുരത്തിന്റെ മുകളിലേക്ക് കയറിയിട്ട് ഞാൻ ഉറക്കനെ ഭേദിച്ചു എന്ന് ശൈഖ് തന്റെ ഒരനുഭവം പറഞ്ഞതാണ്. 40 വട്ടം ജനാബത്തുണ്ടായാരേ 40 വട്ടം മോരൂരാ കുളിച്ചോവർ. പടച്ചോന്റെ പരീക്ഷണാർത്ഥം തണുപ്പുള്ള രാത്രിയിൽ 40 വട്ടം ജനാബത്തുണ്ടായപ്പോൾ അശുദ്ധിക്ക് അപ്പൊ തന്നെ ശുദ്ധിയാക്കുമെന്ന പ്രതിജ്ഞ പുതുക്കുന്നുണ്ടോ എന്ന് നോക്കാൻ അള്ളാന്റെ പരീക്ഷണത്തിന് കുളിച്ച കഥ മുഹയ്യിദ്ദീൻ ശൈഖിനെ സ്ത്രീലംബടനാക്കാൻ, വിഷയാസക്തനാക്കാൻ, ലൈംഗിക രോഗിയാക്കാൻ വഹാബിദ് ഉപയോഗപ്പെടുത്തുന്നു. ബഹുജ നോക്കാതെ, ചരിത്രം നോക്കാതെ.